പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിനം നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ നിയോഗങ്ങളെയും എല്ലാം അങ്ങ് ഇന്ന് പൊതിഞ്ഞു പിടിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ചുമന്ന കുരിശിന് 100 മുതൽ 110 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ചരിത്രകാരന്മാരായ ഒക്ടേവിയൻ, ജോസേപ്പൂസ് ഒക്കെ പറയുന്നത് 100 മുതൽ 110 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കുരിശിൻ്റെ നെടുകയുള്ള ഭാഗം ഓൾറെഡി കാൽവരിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. കുറുകെയുള്ള ഭാഗം എന്ത് ചെയ്യും? ഈശോയുടെ കരങ്ങളിൽ ഇങ്ങനെ കുറുകെ കെട്ടിയിട്ടാണ് ഈശോ കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തതെന്നാണ് പറയുക. അപ്പോൾ ആ സമയത്തൊക്കെ ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈശോ കുരിശ് ചുമന്നതൊക്കെ നിശബ്ദമായിട്ടാണ്. വലിയ അലമുറകളോ ഒച്ചപ്പാടുകളോ ഒന്നുമില്ല, നിശബ്ദം ആയിട്ടാണ് ഈശോ ആ കുരിശ് ചുമന്നത് എന്നാ പറയുക. ഇതാണ് രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ നിശബ്ദമായിട്ടാണ് ഈശോ ഒരു കുരിശ് ചുമന്നതെന്ന വചനം പറയുക. അപ്പോൾ ഇങ്ങനെ നിശബ്ദമായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളുണ്ടോ? നിങ്ങൾ കുരിശ് യാത്ര അനുഭവത്തിലാണ്. ഈശോ കുരിശെടുത്തതുപോലെ നിങ്ങളും നിശബ്ദമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ 10-35 വർഷക്കാലം ഗൾഫിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് യൗവനവും ജീവിതത്തിൻ്റെ മധ്യാഹ്നങ്ങളൊക്കെ തീർത്ത ഒത്തിരി പേരുണ്ട്. വളരെ നിശബ്ദമായിട്ട് ജീവിച്ച് കടന്നുപോയിട്ടുള്ള ആളുകൾ, അവർ കുരിശുയാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്. ടി വിയിൽ വന്നൊരു ന്യൂസ്, ഒരപ്പച്ചൻ 50 വർഷക്കാലം വിദേശത്ത് പോയി അധ്വാനിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വലിയ വീടൊക്കെ വാങ്ങി സെറ്റിൽഡായി. നാട്ടിൽ ഗൾഫിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിന് വേണ്ട. അയാൾ പിന്നെയുള്ള ശിഷ്ടകാലം ഒരു കുടിലിൽ ജീവിച്ച് തീർക്കുമായിരുന്നു ജീവിതം. ഇതൊക്കെ കുരിശ് യാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാ. ഇതുപോലെ നീയും കുരിശ് യാത്ര അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിശബ്ദമായി നീ സഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിൻ്റെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കണം. ഈശോ മതിയില്ലേ, വേറെ ആരുണ്ടായിട്ട് എന്താ കാര്യം? ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എൻ്റെ എല്ലാം. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.